അസ്സലാമു അലൈക്കും. എല്ലാവരും പരീക്ഷ പേടിയിലാണല്ലേ? പരീക്ഷ പേടിയാണോ എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. എക്സാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേയുള്ള ചെറിയൊരു തയ്യാറെടുപ്പ് എന്ന് വേണമെങ്കിൽ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിനെ പറയാം. അപ്പോൾ എക്സാം പബ്ലിക് എക്സാം ആണ് എന്ന് പറയുന്നു, പക്ഷെ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ഒരു എക്സാം ആയിട്ട് തന്നെ വർഷാവർഷം അല്ലെങ്കിൽ ഹാഫ് ഇയറിൽ നമ്മൾ എഴുതുന്ന സാധാരണ എക്സാമുകളെ പോലെ തന്നെ ഫേസ് ചെയ്യേണ്ട എക്സാം തന്നെയാണിത്. അത് പറയുമ്പോൾ നമ്മൾ പർവ്വതീകരിച്ച് പബ്ലിക് എക്സാം എന്നൊക്കെ പറഞ്ഞ് അത്രയും വലുതാക്കി വെച്ചതാണ്. എങ്കിലും അതിനൊരു പ്രാധാന്യം ഉണ്ട്. ആ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ ഈ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ക്ലാസ് കഴിയുന്നതോടെ നമുക്കൊരു തെല്ല് ഭയം പോലും എക്സാമിൻ്റെ പേരിൽ, പരീക്ഷ എന്ന് പറയുമ്പോൾ ആ കേൾക്കുമ്പോഴുള്ള ആ വേർഡിൻ്റെ പേരിൽ ഒരു ആശങ്കയോ ഒരു ഭയമോ ഇല്ലാതെ വളരെ കൂളായി എക്സാമിനെ നേരിടുന്ന കുട്ടികളായി നമ്മൾ ഓരോരുത്തരും മാറണം. ഉമ്മാനോടും ഉസ്താദിനോടും ഉപ്പയോടും മറ്റു കൂട്ടുകാരോടൊക്കെ പരീക്ഷ അത് എനിക്ക് സിമ്പിളാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ എത്തണം. പരീക്ഷയാണ്, എനിക്ക് പേടിയാണ് എന്ന ആ ഒരു പറച്ചിലുണ്ടല്ലോ, ആ ഒരു സ്വഭാവം, ആ ഒരു ശൈലി, അത് നമുക്ക് ഈ ക്ലാസ്സോടെ ഇല്ലാതാവണം. സെഷന്റെ പേര് തന്നെ നമ്മൾ ഒരു ഹെഡ് കൊടുത്തത് പരീക്ഷയെ പേടിയുണ്ടോ എന്നാണ്. മാതാപിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ പാരൻസിനാണ് കൂടുതൽ പേടിയുള്ളത്. എന്നാൽ കുട്ടികൾക്ക് അത്രത്തോളം പേടിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എങ്കിലും നമുക്ക് അത് പറയാതിരിക്കാൻ വയ്യ. പരീക്ഷ ഒരു ഭാരം തന്നെയാണ്. ആ വേർഡ് നമുക്ക് ഉള്ളിൽ എപ്പോഴും നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ഇങ്ങനെ കൂടുതൽ മിടിക്കുന്ന ആ ഒരു ചെറിയൊരു ഭയമുള്ള ഒരു കാര്യം തന്നെയാണ്. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല വിദ്യാർത്ഥികളെയും മനസ്സിൽ ആ ഒരു ഭാരം കയറി വരാറുണ്ട് അല്ലെ? ചെറിയൊരു ഭയം നല്ലതാണ്. എന്നാലും നമ്മൾ സെഷന് പേരിട്ട പോലെ ശരിക്കും പരീക്ഷയെ പേടിക്കേണ്ടതില്ല. നമ്മൾ പേടി ഉള്ളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? പലതരം മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെടാം. ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ നമ്മൾ പരീക്ഷക്കാലാവുമ്പോൾ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറിപ്പോവും. ഹൃദയമിടിപ്പ് കൂടും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഉമ്മ പരീക്ഷയിലടാ പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അധ്യാപകര് റിവിഷൻ തുടങ്ങുകയാണ് എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ഒരു ഹൃദയമിടിപ്പാണ്. അല്ലാ, എനിക്ക് എക്സാമിനെ ഫേസ് ചെയ്യാനുണ്ടല്ലോ, പബ്ലിക് എക്സാം ആണല്ലോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പോൾ ഹൃദയമിടിപ്പ്, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൂടാതെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. ഞാൻ പരീക്ഷയിൽ തോൽക്കോ, മാർക്ക് കുറഞ്ഞു പോവോ, പിന്നെ അല്ലെങ്കിൽ ഈ പരീക്ഷ കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു പോവോ എന്നൊക്കെ ചിന്തിക്കും. കാരണം അത്രയും ഭീകരമായിട്ടാണ് ചില രക്ഷിതാക്കളൊക്കെ കുട്ടികളെ പരീക്ഷ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യമായ പല ചിന്തകളോ നമ്മുടെ എക്സാം കാലത്ത് നമ്മിലേക്ക് കടന്നു വരാറുണ്ട്. അത് നമ്മളെ പഠിപ്പിനെ പോലും നമ്മുടെ റിവിഷൻസിനൊക്കെ ബാധിക്കാറുണ്ട്. അത് എക്സാമിൽ ഫെയിലാവോ എന്നുള്ളതാണ് പലരുടെയും പേടി അല്ലേ? പരീക്ഷയിൽ തോറ്റുപോവോ എന്ന് തന്നെയാണ് നമുക്ക് പലർക്കും ഉള്ള ഒരു ഭയം. നിങ്ങൾക്ക് ആ ഭയം ഉണ്ടോ? ഫെയിലാവുകയാണെങ്കിൽ ഉമ്മയുടെ ശകാരം അല്ലെങ്കിൽ ഉമ്മ എന്നെ ചീത്ത വഴക്ക് പറയോ, ആ ഒരു പേടിയാണ് കാര്യമായിട്ട് നമ്മുടെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുക അല്ലേ? പിന്നെ മാത്രമല്ല ഉപ്പയുടെ കണ്ണുരുട്ടൽ. ഉമ്മ ചിലപ്പം അടിച്ചാലും വഴക്ക് പറഞ്ഞാലും ഒക്കെ നമുക്ക് ചിലപ്പോൾ അത്രത്തോളം വേദനിച്ചോളണമെന്നില്ല. പക്ഷെ ഉപ്പാന്റെ ഒരു കണ്ണുരുട്ടൽ, ഒരു നോട്ടം മതി. ഇന്ന് നീ പരീക്ഷയ്ക്ക് പഠിച്ചോടാ എന്നുള്ള അർത്ഥത്തിൽ ഉപ്പ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പിന്നെ പെട്ടെന്ന് പുസ്തകം എടുത്തു പോവും, നോട്ടും പേനയൊക്കെ എടുക്കും അല്ലെ? പക്ഷെ ഉമ്മ ചിലപ്പം എത്ര ചീത്ത പറഞ്ഞാലും നമുക്ക് അത്ര എഫക്റ്റ് ആവാറില്ല. പിന്നെ മാത്രമല്ല കൂട്ടുകാരനേക്കാൾ അല്ലെങ്കിൽ കൂട്ടുകാരിയേക്കാൾ എനിക്ക് മാർക്ക് കുറഞ്ഞു പോവോ എന്നുള്ളൊരു ഭയം അതെപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഒരു മിഡിൽ റേഞ്ചിൽ മാർക്ക് മേടിക്കുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് മേടിക്കുന്ന ആളുകൾക്ക് അവളെക്കാളും അല്ലെങ്കിൽ അവനേക്കാളും എനിക്ക് മാർക്ക് കുറഞ്ഞു പോവോ എന്നുള്ളൊരു ഭയം ഉണ്ടാവാറുണ്ട്. പിന്നെ ടീച്ചർ അല്ലെങ്കിൽ ഉസ്താദൊക്കെ അവര് എന്താണ് എൻ്റെ മാർക്ക് കുറഞ്ഞാൽ പറയാം, അവരെ പേടിച്ചുകൊണ്ട് എക്സാമിനെ ഫേസ് ചെയ്യുക. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഭയങ്ങളാണ് നമ്മെ ഈ ഒരു പരീക്ഷ കാലത്ത് അലട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിനി ആ ഭയം എങ്ങനെയൊക്കെയാണ് നമ്മളെ വിദ്യാർത്ഥികളെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. രണ്ട് തരത്തിലാണ് ശരിക്ക് ഈ ഒരു പരീക്ഷ കാലത്ത് വിദ്യാർത്ഥികൾ ഉണ്ടാവുക. അഥവാ എന്തൊക്കെയായാലും പരീക്ഷയായാലും അല്ലെങ്കിലും എനിക്കതൊരു ഭയമല്ല, എനിക്ക് അതൊരു വിഷയമല്ല എന്നുള്ള നിലയ്ക്ക് നോർമൽ ഡേയ്സ് ആയിട്ട് ഈ പരീക്ഷാ കാലത്തെ ഡീൽ ചെയ്യുന്ന കുറെ വിദ്യാർത്ഥികളുണ്ട്. അവരെ തൽക്കാലം നമുക്ക് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്താം. എന്നിട്ട് നമുക്ക് പരീക്ഷയെ പേടിയോടെ കാണുന്നവരെ തന്നെ എടുക്കാം. ഈ പറഞ്ഞ കൂട്ടര് മാർക്ക് കുറഞ്ഞവരൊന്നും ആയിരിക്കില്ല കേട്ടോ. അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് അവർ വലിയൊരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല.
അതുകൊണ്ടാണ് അവർ പരീക്ഷയായാലും അവധിക്കാലായാലും ഒക്കെ ഒരേപോലെ കാണുന്നത്. ഇനി പരീക്ഷയെ പേടിയോടെ കാണുന്നവർ, അവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പേടി ഒരു മോശം സ്വഭാവമാണോ എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ആണോ? നിങ്ങൾക്ക് എസ്സോ നോയോ കമന്റ് ചെയ്യാവുന്നതാണ്. പേടി ശരിക്കൊരു മോശം സ്വഭാവമാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരീക്ഷയെ പേടിക്കുന്നത് ഒരാളുടെ എന്താ പറയാ ദൗർബല്യമാണ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ശരിക്കും എക്സാം ഫീവർ എന്നൊക്കെ പറയും. ശരിക്ക് നല്ല സിൻസിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പരീക്ഷാ പേടി അല്ലെങ്കിൽ പരീക്ഷാ ഫീവർ ഒക്കെ വരുന്നത്. അപ്പോൾ ആ വിദ്യാർത്ഥി അത്യാവശ്യം എനിക്ക് മാർക്ക് വേണം, എൻ്റെ കരിയർ സെറ്റാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, പരീക്ഷകളിൽ വിജയിക്കണം, എല്ലാവരുടെയും അഭിമാനം, വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ അഭിമാനമാവണം എന്ന് ആഗ്രഹിക്കുന്ന, ഈ പഠനത്തെ അല്പം സിൻസിയർ ആയിട്ട് കാണുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ പേടി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയെ ഗൗരവത്തോടെ കാണുന്നവർക്ക് അതൊരു ഭയമായി ഫീൽ ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്. ഇനി എന്തിനോടാണ് നമുക്ക് പേടി എന്നുള്ളതാണ്. സത്യത്തിൽ പേടി നമുക്ക് പരീക്ഷയോട് മാത്രമാണോ? തോൽവിക്ക് ശേഷം സംഭവിക്കുമെന്ന് നമ്മൾ കരുതുന്ന മറ്റു പല കാര്യങ്ങളോടാണ് നമുക്ക് ഈ പേടി വരുന്നത്. അല്ലാതെ പരീക്ഷയെ അല്ലെങ്കിൽ ആ ദിവസത്തെ അല്ല നമ്മൾ പേടിക്കുന്നത്. പരീക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരൊക്കെ എന്ത് പറയും, നമ്മുടെ കൂട്ടുകാരെന്ത് പറയും, ഇതൊക്കെയാണ് പരീക്ഷാ പേടിക്ക് ശരിക്കുമുള്ള കാരണം. അപ്പൊ പിന്നെ നമ്മൾ പരീക്ഷാ ദിവസത്തിന്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ അങ്കലാപ്പിലാവേണ്ട ആവശ്യമുണ്ടോ? കാരണം അത് കഴിഞ്ഞിട്ടുള്ളതല്ലേ, അത് വരുമ്പോൾ നോക്കിയാൽ പോരെ. ഈ പരീക്ഷാ ദിവസം നമുക്ക് കൂളായിട്ട് ഫേസ് ചെയ്തൂടെ? അതാണ് നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമുക്ക് പലതരം പ്രതീക്ഷകളുണ്ട്. പരീക്ഷാ പേടിയുടെ പ്രധാന കാരണങ്ങൾ അമിതമായ എക്സ്പെക്റ്റേഷൻ ആണ്. എനിക്ക് ഒരുപാട് മാർക്ക് കിട്ടും, എനിക്കത് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും, ഞാനത് പഠിച്ചില്ലെങ്കിൽ പോലും എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ. പിന്നെ ഒരു ക്ലാരിറ്റി, വ്യക്തതയില്ലായ്മ, എങ്ങനെ പഠിക്കണം, ഏത് പാഠങ്ങളാണ് വരിക, എന്തൊക്കെയായിരിക്കും ചോദ്യങ്ങൾ, എങ്ങനെ എഴുതണം, എത്ര മണിക്കൂറുകൾ കൊണ്ട് പരീക്ഷ തീർക്കണം, ഇങ്ങനെ ഒരു വ്യക്തതയില്ലായ്മയും ഇതിൻ്റെ ഒരു കാരണമാണ്, ഈ ഭയത്തിൻ്റെ. പിന്നെ നമ്മുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ പരീക്ഷയുടെ ഫലത്തെക്കുറിച്ചുള്ള ഒരു പേടി. നമുക്ക് എന്താ, ഉമ്മാന്റെ മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെയാണ് ഈ ഭയം വരുന്നത്. ശരിക്കും മാതാപിതാക്കൾ, ഇപ്പോൾ ഇത് കേൾക്കുന്നതിൽ ഒരുപാട് പാരൻസ് ഉണ്ടാവും എന്നറിയാം, മക്കളിൽ കൂടുതൽ പ്രഷറായിട്ട് നൽകാതിരിക്കാം. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നിങ്ങളുടെ സ്വന്തം മക്കളാണ്, പക്ഷെ നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് തന്നെ അതിൻ്റെ പേരിൽ നിങ്ങൾ ഭാരങ്ങൾ കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് പരീക്ഷാ കാലത്ത് പഠിച്ചോ 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 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അവർ പഠിച്ചോളും. ഇനിയിപ്പോൾ പരീക്ഷ ഇപ്പോൾ നിലവിലെല്ലാവരും റിവിഷനൊക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവരെ പിന്നാലെ നടന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പഠിച്ചതിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതിയാവും. പ്രത്യേകിച്ച് ഈ പരീക്ഷാ കാലത്ത് രക്ഷിതാക്കൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ എക്സ്പെക്ടേഷൻസ്, മാതാപിതാക്കളുടെ എക്സ്പെക്ടേഷനും മറ്റും ഒക്കെ കൂടുമ്പോൾ തന്നെയാണ് ഈ കുട്ടികളുടെ ഉള്ളിൽ ഭയം വരുന്നത്. അങ്ങനെ നിങ്ങൾക്കാർക്കും ഭയം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ ന്യൂജൻ പിള്ളേർക്ക് ഭയം ഇല്ല എന്ന് പറയാറുണ്ട്. ശരിയാണോ? ഉത്തരം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ പ്രതീക്ഷ ഒരു ഭയത്തിന്റെ ഒരു കാരണമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ സ്വയം സൃഷ്ടിക്കുന്ന ഒരു പ്രഷറുണ്ട്. എനിക്ക് മാർക്ക് കുറഞ്ഞാൽ അവൾ എന്താ പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നടന്നതല്ലേ, എന്നും ഞങ്ങൾ രാവിലെ ഒരുമിച്ചല്ലേ മദ്രസയിൽ പോകുന്നത്, എന്നും ഒരുമിച്ചല്ലേ ഞങ്ങൾ വരുന്നത്, ഞങ്ങൾ പിന്നെ മറ്റു ഫംഗ്ഷനൊക്കെ ഒരുമിച്ചല്ലേ, എന്നിട്ട് അവൾ എപ്പോഴാണ് ഇത് പഠിക്കുന്നത്, എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ലല്ലോ, എന്നിട്ട് അവൾ എത്ര മാർക്ക് എന്നെക്കാളും മേടിച്ചു, എനിക്ക് അത്രത്തോളം എത്താൻ കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ വെറുതെ അനാവശ്യ ചിന്തകളിട്ട് പ്രഷർ കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പരീക്ഷ പേടിക്കുള്ള ഒരു കാരണം. പിന്നെ നമ്മൾ പറഞ്ഞ ക്ലാരിറ്റി ഇല്ലായ്മ, എന്ത് ചോദ്യമാണ് വരുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നമുക്കുണ്ടാവും. അതിനുള്ള ഒരു പരിഹാരം തീർച്ചയായും നമ്മുടെ അധ്യാപകരോട് ചോദിക്കുക എന്നുള്ളത് തന്നെ. എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ വരുന്നത്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെ, കഴിഞ്ഞ വർഷം എങ്ങനെ ആയിരുന്നു, ഈ വർഷത്തിൽ വല്ല മാറ്റങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ ബോർഡോ അല്ലെങ്കിൽ പിന്നെ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ഈ എക്സാമിനെ ഫേസ് ചെയ്തൂടെ എന്നൊക്കെ നമ്മുടെ അധ്യാപകരോട് നമുക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ എങ്ങനെ എഴുതണം, ചില ചോദ്യങ്ങൾ 5 മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഉസ്താദ് അതിന് എത്രയാണ് ഞാൻ എഴുതേണ്ടത്, എത്ര വേർഡുകൾ എത്ര ലൈനായിട്ട് എഴുതണം. ചില ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ തന്നെ സ്പേസ് ആയിരിക്കും നമ്മുടെ ഉത്തരം എഴുതാൻ. അതിൽ ഒരുപക്ഷെ നമ്മുടെ ഉത്തരങ്ങൾ മുഴുവനും എഴുതാൻ സ്ഥലം കിട്ടാറില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ ചെയ്തതാണ്, നമ്മുടെ സൈഡിലേക്കൊക്കെ കുത്തി കുറിക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഉസ്താദുമാരോട് ചോദിച്ച്, നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം എത്ര മാർക്കിന് എത്ര അക്ഷരങ്ങളുള്ള ഉത്തരമാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ച വിഷയത്തിൽ അത് എത്ര ക്ലാരിറ്റിയോടെ വളരെ കുറഞ്ഞ വേർഡോടെ എഴുതാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ആദ്യം നമ്മൾ പരിശീലിക്കേണ്ടത്. അതൊക്കെ നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ എത്ര മാർക്ക് വേണം, എനിക്ക് 50-ൽ 50 മാർക്കും വേണം എന്ന് മാതാപിതാക്കൾ ഒരു ഭാഗത്തുനിന്ന് പറയുന്നുണ്ടാവും, നമ്മുടെ ടീച്ചേഴ്സും മറ്റൊരു ഭാഗത്തുനിന്ന് പറയുന്നുണ്ടാവും.
നിങ്ങളുടെ ഉള്ളിൽ തന്നെ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയേ മതിയാവുന്നുണ്ടാവും. ആ ചിന്ത, നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത ഓക്കെയാണ്. പക്ഷെ മറ്റുള്ളവർ നിങ്ങളുടെ രണ്ട് വശത്തു നിന്നും അടിച്ചേൽപ്പിക്കുന്ന നീ 50-ൽ 50 വാങ്ങണം, 49 വാങ്ങണം, അയലോക്കത്തെ കുഞ്ഞുമോനേക്കാളും നിനക്ക് മാർക്ക് വേണം, ആ തരത്തിലുള്ള പ്രഷറുകൾ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് വേണം എന്നുള്ള ഒരു കൃത്യമായ ബോധം ഉണ്ടായിരിക്കുക. അഥവാ ജയിക്കാനുള്ള മാർക്ക് എന്തായാലും വേണം. നമ്മൾ അതിനു മുകളിലുള്ള മാർക്കിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നമ്മുടെ ടീച്ചേഴ്സിനോടും പാരൻസിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ പരീക്ഷയെ നേരിടുക. ഇനി നമ്മൾ പറഞ്ഞു ഈ ഭയം വരുന്നതിന്റെ മറ്റൊരു കാരണം എൻ്റെ റിസൾട്ട് മോശമാകുമോ എന്നുള്ളൊരു ചിന്ത, അല്ലെ? മറ്റുള്ളവരെക്കാളും എനിക്ക് മാർക്ക് കുറഞ്ഞാൽ എങ്ങനെ ഞാൻ ഉപ്പാനെ ഫേസ് ചെയ്യും, ഉമ്മാനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനെ ഫേസ് ചെയ്യും, ഇനി മദ്രസയിലേക്ക് എങ്ങനെ പോവും, അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെല്ലുമ്പോൾ എന്തായിരിക്കും വിചാരിക്കുക, അങ്ങനെയുള്ള ആ ഒരു ചിന്ത ഒഴിവാക്കുക. കാരണം ഈ പരീക്ഷയൊന്നും അല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. നമുക്കൊരു ചിന്തയുണ്ട്, പബ്ലിക് എക്സാം ആണ്, അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും ചില അധ്യാപകരൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഉമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട്. ശരിക്കും അങ്ങനെയൊന്നുമല്ല. പബ്ലിക് എക്സാം ആണ്, അതിന്റെ പ്രാധാന്യമുണ്ട്. ഒരു ഘട്ടം നിങ്ങൾ ഫേസ് ചെയ്യാണ്. 5ാം ക്ലാസ് ആണെങ്കിൽ അതൊരു നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ഒരു ഘട്ടമാണ്. ഇനി 7ാം ക്ലാസ് ആണെങ്കിൽ മറ്റൊരു ഘട്ടമാണ്, 10 ആണെങ്കിലും അത് വേറൊരു ഘട്ടം. അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി. എക്സാം എല്ലാം ഓരോ വർഷം നമ്മൾ ഫേസ് ചെയ്യുന്ന എക്സാമിനെ പോലെ തന്നെയാണ്. അതിനൊരു ഘട്ടം അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു മൈൽ സ്റ്റോൺ എന്നുള്ള ഒരു അതിർ വരമ്പ് വെച്ചു എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി. പരീക്ഷ ജയിച്ചാലും തോറ്റാലും അവിടെ ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾ തോൽക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. പരീക്ഷ ജയിക്കാനുള്ളത് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ തന്നെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്നറിയാം. പിന്നെ നിങ്ങൾ പരീക്ഷയിൽ തോറ്റു എന്ന് കരുതിയിട്ട്, ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങളുടെ ദിവസം അവിടെ അവസാനിക്കുന്നില്ല, നിങ്ങളുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. പിറ്റേ ദിവസവും ഞാൻ പറഞ്ഞ പോലെ സൂര്യൻ ഉദിക്കും, നമ്മുടെ ഉമ്മ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, ഉപ്പ ജോലിക്ക് പോവും, ചോക്ലേറ്റ് മേടിച്ച് കൊണ്ടുതരും. കൂടാതെ നമ്മുടെ കൂട്ടുകാർ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വരും, കളിക്കാൻ വിളിക്കും, നമ്മൾ കളിക്കാൻ പോകും. അതെല്ലാം നോർമലായിട്ട് അങ്ങനെ നടന്നു പോകും. ആ ഒരു സമയത്തുള്ള ഒരു പ്രഷർ ആലോചിച്ച് നമ്മൾ ഇപ്പം തന്നെ എന്താക്കേണ്ടിയില്ല, നമ്മുടെ പരീക്ഷ ദിവസത്തെ കൊളാക്കേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ശരിക്ക് ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഒരു മൂല്യം അളക്കലാണോ, നിങ്ങളുടെ ഒരു ജീവിതത്തെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണോ ഈ പരീക്ഷ എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതോടെ ഒന്നും അവസാനിക്കുന്നില്ല എന്ന് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കാം. ഒരു പരീക്ഷയോടെ അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ എല്ലാ പരീക്ഷയും നമ്മൾ ജയിക്കാനുള്ള പോലെ തന്നെ പഠിക്കുകയും വേണം. ശരിക്ക് പരീക്ഷ എന്നതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഒരു പരീക്ഷ നടത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വർഷം മുഴുവനായിട്ട് നടത്തിയ ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഒരു പ്രിപ്പറേഷൻ, അത് പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നിങ്ങളെ അവിടെ പിന്നെ തോറ്റവരായോ അല്ലെങ്കിൽ ജയിച്ചവരായോ കണക്കാക്കുക എന്നല്ല അർത്ഥം. നിങ്ങൾ ഒരു വർഷം ആയിട്ട് നടത്തിയ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഒരു വരയിടുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ മാർക്ക് ഷീറ്റ് കണ്ടുകൊണ്ട് നമ്മുടെ ലൈഫിനെ അളക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ അളക്കാനുള്ള ഒരു ദിവസമല്ല അല്ലെങ്കിൽ ഒരു മാനദണ്ഡമല്ല പരീക്ഷ എന്ന് മനസ്സിലാക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞനാണ് അല്ലേ? ഇദ്ദേഹത്തിൻ്റെ തലച്ചോറ് മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ശവശരീരം ബോഡി ദഹിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ വലിയ ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ദഹിപ്പിച്ചപ്പോൾ ആ തലയോട്ടിക്കുള്ളിൽ എന്തുണ്ടായിരുന്നില്ല എന്നറിയോ? ബ്രെയിൻ അഥവാ തലച്ചോറുണ്ടായിരുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്റെ തലച്ചോറാണ്. അത് ശരിക്ക് ദഹിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. അത് ആ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ മോഷ്ടിക്കുകയായിരുന്നു. അതെന്താ കാരണം എന്നറിയോ? ഈ ആൽബർട്ട് ഐൻസ്റ്റീന് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിട്ടാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത്. വളരെ വലിയ ബുദ്ധിമാനായിട്ടാണ് ഇന്നും പറയുന്നത്. പക്ഷേ ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ നിങ്ങളെക്കാളും വളരെ മോശമായിരുന്നു പഠനകാലത്ത് എന്നുള്ളത് വളരെ അത്ഭുതമുള്ള കാര്യമാണ്. കാരണം അദ്ദേഹം പല പരീക്ഷകളിലും തോറ്റിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ശരിക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ്, എബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ട് സംസാരിക്കുന്നവരാ, എത്രയെല്ലാം പരീക്ഷകളിൽ വിജയിച്ചു വന്നവരാണ്. പക്ഷെ ആൽബർട്ട് ഐൻസ്റ്റീൻ ചെറുപ്പത്തിൽ ഒരുപാട് പരീക്ഷകളിൽ തോറ്റിട്ടുണ്ട്. മാത്രമല്ല ശരിക്കും സംസാരിക്കാൻ പോലും കഴിയായിരുന്നില്ല. നിങ്ങളുടെ അധ്യാപകർ ഇതുവരെ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നീ പൊട്ടനാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഈ കുട്ടി പൊട്ടനാണ് എന്ന് അധ്യാപകർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അദ്ദേഹം ആ മനസ്സുറപ്പിച്ച് അതിൽ നിന്ന് പഠിച്ച് വലിയ ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായി. മാത്രമല്ല
അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈഭവം കണ്ട് ആ ഡോക്ടർ ആ തലച്ചോറിന് സാധാരണ മനുഷ്യനേക്കാളും എന്തോ പ്രത്യേകതയുള്ള തലച്ചോറാണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടാവും എന്ന് അനുമാനിച്ചുകൊണ്ട് ആ തലച്ചോറ് എടുക്കുകയും ശേഷം അത് പല കഷ്ണങ്ങളാക്കി സ്ലൈഡുകളാക്കി ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു, ഈ തലച്ചോറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കാൻ. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണ ഒരു മനുഷ്യൻ്റെ തലച്ചോറ് തന്നെയായിരുന്നു അതും. അപ്പോൾ പിന്നെ നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഇത്രയും ശകാരങ്ങൾ കേട്ട, പല തവണ തോറ്റ, ഫെയിലായ, അധ്യാപകർ പൊട്ടനാണെന്ന് പറഞ്ഞ ഒരാൾക്ക് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമാന് എന്നുള്ള പദവി കിട്ടിയെങ്കിൽ നമുക്കിതൊന്നും സഹിക്കാത്ത നമ്മളൊക്കെ എവിടെയെല്ലാം എത്തണം. അപ്പോൾ നമ്മുടെ പരീക്ഷ തോൽവി എന്തല്ല, ആ നമ്മുടെ ഒരു ജീവിതത്തെ അളക്കുന്ന മാനദണ്ഡമല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി ഞാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചു, ഒരുപാട് റിവിഷൻ ചെയ്തു, പക്ഷെ പഠിച്ചതുകൊണ്ട് മാത്രം വിജയിക്കുമോ? ശരിക്കും പഠിച്ചതുകൊണ്ട് മാത്രം നമ്മൾ വിജയിക്കാൻ പോകുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ, ഒരു ശരിയായ ഓർഡറോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രിപ്പറേഷനോ ഒന്നും ഇല്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നമുക്കത് എന്താ ചെയ്യാൻ കഴിയൂല, അറ്റൻഡ് ചെയ്യാൻ കഴിയൂല. ഇപ്പോൾ ഒരാൾ നന്നായിട്ട് പഠിക്കും, പുസ്തകമൊക്കെ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് പിന്നെ പുസ്തകം എടുത്തു വെച്ചു, പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ചയൊക്കെ ഉണ്ടാവും, എന്നിട്ട് പിന്നെ അയാൾ ഫോൺ എടുത്തും ടി വി കണ്ടും ഗെയിം കളിച്ചും പുറത്ത് ഫുട്ബോൾ കളിച്ചൊക്കെ നടക്കുകയാണെങ്കിൽ ഫുൾ ടൈം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? അതുപോലെ നമ്മൾ മാനസികമായിട്ടും കൂടി അതിന് തയ്യാറാവണം. പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഫോൺ തൊടുന്നുള്ളൂ, അല്ലെങ്കിൽ ടി വി കാണുന്നുള്ളൂ, ഗെയിം കളിക്കുന്നു ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു മനസ്സിനോടുള്ള എന്താ പറയുക ഒരു ഉറപ്പ് നിങ്ങൾ അവിടെ കൊടുക്കണം. അപ്പോൾ രക്ഷിതാക്കൾക്ക് നിങ്ങളെ വന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്യേണ്ടേ, അത് പഠിക്കടാ, അത് എടുത്ത് വെക്കടാ എന്നൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നുള്ളൂ, ഒരാഴ്ചയും കൂടി അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 4 ദിവസം കൂടിയല്ലേ ഉള്ളൂ, പരീക്ഷ കഴിഞ്ഞാൽ എനിക്ക് വിശാലമായിട്ട് ഫോൺ ഉപയോഗിക്കാലോ, അല്ലെങ്കിൽ ടി വി കാണാലോ, ഗെയിം കളിക്കാലോ എന്നൊക്കെ ചിന്തിച്ച് അത് തൽക്കാലം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു വശത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് പരീക്ഷയെ നേരിടാൻ തയ്യാറാവുക. പിന്നെ പരീക്ഷ എഴുതുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ ഉമ്മയല്ല, ഉപ്പയല്ല, അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നല്ല, നിങ്ങളാണ്. അഥവാ ഞാനാണ് പരീക്ഷ എഴുതുന്നത്, ഇതെൻ്റെ മാർക്ക് ഷീറ്റാണ്, അതിൽ മാർക്ക് വേണം, എനിക്ക് വിജയിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആദ്യം ഉണ്ടാക്കുക. ആരെന്തൊക്കെ പറഞ്ഞാലും, ഉമ്മ എത്ര അവിടുന്ന് ശബ്ദം ഉണ്ടാക്കിയാലും, പിന്നെ നമ്മുടെ ജ്യേഷ്ഠത്തിയോ അല്ലെങ്കിൽ ബ്രദറൊക്കെ നമ്മളെ ശകാരിച്ചാലും, നമുക്ക് ട്യൂഷൻ എടുത്താലും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം, നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ മാത്രമാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള മാർക്കാണ് അത്. അവരെക്കാളും എനിക്കാണ് കൂടുതൽ എനിക്ക് മാർക്ക് കിട്ടണം എന്നുള്ള ചിന്ത അവരെക്കാളും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ പലരും പഠിക്കുന്നു ഒക്കെ ശരിയാണ്, പക്ഷെ പലതരം പിഴവുകൾ നമ്മിൽ നിന്ന് സംഭവിക്കാറുണ്ട് ഈ പരീക്ഷ കാലത്ത് പ്രത്യേകിച്ച്. എന്തൊക്കെയാണത്? നമ്മൾ ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ എല്ലാം ഒരുപോലെ മനപ്പാഠം പഠിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ശരിക്കും അത് ശരിയാണോ? പണ്ട് കാലത്ത് അതൊക്കെ തന്നെയായിരുന്നു ഒരു എന്താ പറയുക പഠന മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. ഞങ്ങളൊക്കെ ഒരുപാട് കാണാതെ പഠിച്ചിട്ടുണ്ട്. പാഠങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഒരു തലക്കുന്ന തുടങ്ങിയാൽ അവസാനം വരെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഹറക്കത്ത് പോലും തെറ്റാതെ പഠിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി, പരീക്ഷൻ്റെ പാറ്റേൺ മാറി, പഠിക്കേണ്ട രീതികളെല്ലാം മാറി. അതുകൊണ്ട് തന്നെ നമ്മൾ മനപ്പാഠം പഠിച്ച് അത് കഴിഞ്ഞാൽ പുസ്തകം പൂട്ടി വെക്കുക എന്നുള്ളൊരു സ്വഭാവം തൽക്കാലം നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങളുടെ പഠനത്തെ, ആ പഠിച്ചതിനെ നിങ്ങളൊന്ന് സ്മാർട്ടായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. അഥവാ നമ്മൾ പലതരം ടെക്നിക്കുകൾ അതിന് ഉപയോഗിക്കേണ്ടതുണ്ട്. അഥവാ നമ്മൾ അധ്യാപകരോട് ചോദിക്കുക, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ പരീക്ഷയ്ക്ക്? ഇപ്പോൾ ഒരു ഫിഖാണ് അല്ലെങ്കിൽ തജ്വീദാണ്, അതിൽ ഏത് പാഠഭാഗങ്ങളിൽ നിന്നാണ് സ്ഥിരമായിട്ട് എല്ലാ വർഷവും ചോദ്യങ്ങൾ വരാറുള്ളത്, ഏതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കണം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ്. അല്ലാതെ വെറുതെ എല്ലാ പാഠങ്ങളും കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് അഥവാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിർബന്ധമായിട്ടും അധ്യാപകരോട് ചോദിക്കുക. ഞങ്ങൾക്ക് മുൻപത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണം, ഞങ്ങൾക്ക് അതിന് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയണം, ഞങ്ങൾക്ക് പരിശീലിക്കേണ്ടതുണ്ട്, അപ്പോൾ നിങ്ങളത് പറഞ്ഞു തരണം എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ അധ്യാപകർ പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് സ്വയം ഒന്ന് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും. അധ്യാപകർ പറഞ്ഞു തരാതെ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഉത്തരങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇപ്പോൾ ഉള്ളതിൻ്റെക്കാളും 10 മടങ്ങ് വർദ്ധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ ഏത് ടോപ്പിക്സിനാണ് പ്രാധാന്യം നൽകേണ്ടത്, മുൻഗണന നൽകേണ്ടത്, ഏത് പാഠമാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത് എന്നൊക്കെ ഈ ഒരു അർത്ഥത്തിൽ നമ്മുടെ അധ്യാപകരോട്
ചോദിച്ച് മനസ്സിലാക്കണം. ഇനി പാഠങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. കാരണം പാഠങ്ങൾ നമ്മൾ ഏകദേശം പറഞ്ഞു, നമ്മൾ പഠിച്ചു. അധ്യാപകരോട് ഏതൊക്കെ രീതികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ച് അതിനൊരു ഓർഡർ ഉണ്ടാക്കി ഏതൊക്കെ പഠിക്കണം, ഏതൊക്കെ റിവിഷൻ വീണ്ടും ചെയ്യണം, എല്ലാതും പഠിക്കേണ്ടതുണ്ടോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പരീക്ഷയുടെ തലേ ദിവസമാണ്, അഥവാ നാളെയാണ് പരീക്ഷ എന്നാണ് നമ്മുടെ ഇതിൻ്റെ പേരിലെ, നാളെയാണ് പരീക്ഷ. അങ്ങനെ ആകുമ്പോൾ അന്ന് രാത്രി നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ വളരെയധികം പാനിക്കാണോ അഥവാ പേടിക്കാറുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യം ഇല്ല. നമ്മൾ ചെറിയൊരു ഓർഡർ അവിടെ വരുത്തിയാൽ മാത്രം മതി. ഉമ്മാരുണ്ടാക്കുന്ന നല്ല രുചിയുള്ള ഭക്ഷണം രാത്രി കഴിക്കാം. പരീക്ഷയുടെ തലേന്ന് അഥവാ നമ്മൾ ഹോട്ടൽ ഫുഡ്, അതുപോലെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡൊന്നും പുറത്തു നിന്നൊന്നും കഴിക്കാതിരിക്കുക, അത് ഓർഡർ ചെയ്ത് കഴിക്കാതിരിക്കുക. കാരണം നമ്മളൊരു വർഷം അധ്വാനിച്ചത് പിറ്റേ ദിവസം നമ്മൾ പേപ്പറിലാക്കാൻ പോവുകയാണ്. ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് നമ്മുടെ ആരോഗ്യം കേടുവരുത്തിയിട്ട് ആ എക്സാം നമ്മൾ മിസ്സാക്കേണ്ടതുണ്ടോ? ആ ടെൻഷൻ വെറുതെ അവിടെ വരുത്തി വെക്കേണ്ടതുണ്ടോ? അപ്പോൾ അതില്ല. നന്നായിട്ട് രാത്രി ഭക്ഷണം കഴിക്കുക. ഫാസ്റ്റ് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ഉമ്മ ഉണ്ടാക്കി തരുന്ന നല്ല ഭക്ഷണം തന്നെ കഴിക്കുക. മാത്രമല്ല നേരത്തെ ഉറങ്ങുക. ഉമ്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്, മക്കളെ നാളെ പരീക്ഷയാണ്, ഇന്ന് നേരത്തെ ഉറങ്ങണ്ട എന്ന് പറഞ്ഞ് ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. അവർ നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ നേരത്തെ കുട്ടികളെ ഉറക്കുക. ചെറിയ രീതിയിൽ അവർ റിവിഷനും മറ്റൊക്കെ നടത്തിക്കോട്ടെ, എങ്കിലും ഒരു കൃത്യമായ ഒരു 9 മണിൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ടും കുട്ടികളെ ഉറക്കേണ്ടതുണ്ട്. മാത്രമല്ല രാവിലെ അവരെ നേരത്തെ എണീപ്പിക്കുകയും ചെയ്യാം. സുബഹി നിസ്കരിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ പഠിച്ചത് മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. അഥവാ ഒരു തലോടൽ മാത്രം നമ്മുടെ പാഠങ്ങളിലൂടെ. ഒരിക്കലും പുതിയ വിഷയങ്ങൾ പഠിക്കരുത്. ആ ഒരു സമയത്ത് തലേ രാത്രിയും പഠിക്കരുത്, പിറ്റേന്ന് രാവിലെയും പഠിക്കരുത്. നമ്മൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ കയറിയ വിഷയങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക മാത്രം ചെയ്യുക. പുതിയൊരു വിഷയം പഠിക്കാൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്പം സ്ട്രോങ് ആയ വിഷയം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് ഒരിക്കലും അത് തുടരുത്. അത് പഠിക്കാത്തതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പരീക്ഷയിൽ തോൽക്കില്ല എന്നും കൂടി മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി മറ്റു പലതും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ വിഷയം ഒരിക്കലും തുടരുത്. ഇതാണ് അന്ന് ചെയ്യേണ്ടത്, പരീക്ഷയുടെ തലേ ദിവസവും രാവിലെയുമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഇപ്പോൾ തന്നെ ഒരു 2 പെന്നെങ്കിലും, ഒരു ബ്ലൂ മഷിയുള്ള 2 പെന്നെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ വെക്കണം. പരീക്ഷാ ഹാളിൽ എത്തിയിട്ട് ആകെ ഒരു പേനയെ കൊണ്ടുപോയിട്ടുള്ളൂ, അത് തന്നെ ചിലപ്പം തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ അത് ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 2 പെന്ന് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല 2 പെന്ന് എല്ലാവരും ബ്ലൂ ഇങ്ക്. എന്തുകൊണ്ടാണ് ബ്ലൂ ഇങ്ക് പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ മിക്കവാറും ബ്ലാക്ക് മഷിയായിരിക്കും അല്ലേ? അതിൽ നമ്മുടെ പേനയിൽ നിന്ന് വരുന്ന ഉത്തരങ്ങളും ബ്ലാക്ക് ആണെങ്കിൽ ഈ പേപ്പർ വാല്യൂഷൻ ചെയ്യുന്ന ആളുകൾക്ക് അതിലൊരു വ്യക്തതയില്ലായ്മയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. അവർക്ക് മനസ്സിനൊരു മടുപ്പ് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബ്ലൂ ഇങ്കിൽ തന്നെ ലോകത്ത് എഴുതുന്ന പല എക്സാമുകളും ബ്ലൂ ഇങ്കിൽ തന്നെ എഴുതണം എന്ന് പറയാറുണ്ട്. അതിൻ്റെ ബാക്കിലുള്ള ഒരു സൈക്കോളജി ഇതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ബ്ലൂ ഇങ്ക് പേനകൾ തന്നെ നല്ല കൃത്യമായിട്ട് എഴുതാൻ കഴിയുന്ന അക്ഷരങ്ങളൊക്കെ വളരെ വടിവൊത്ത രീതിയിൽ എഴുതാൻ കഴിയുന്ന പേനകൾ തന്നെ മുൻകൂട്ടി പരീക്ഷൻ്റെ 2 ദിവസം മുൻപ് തന്നെ മേടിച്ച് വെക്കുക ഉപ്പാനോടൊക്കെ പറഞ്ഞിട്ട്. എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുൻപും വെറുതെ പുസ്തകം മറിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. ചിലപ്പം ബെല്ലടിച്ചിട്ടും ഒരു 5 മിനിറ്റ് ചിലപ്പം പുസ്തകം മറിച്ചുകൊണ്ടിരിക്കും. ഒന്നും കിട്ടൂല. നമ്മൾ പഠിച്ചതുപോലെ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് വെറുതെ നമ്മൾ പുസ്തകം മറിച്ച് വെറുതെ ടെൻഷന് നമ്മുടെ ഹൃദയത്തിൽ ഭാരം കൂട്ടരുത്. നമ്മൾ വളരെ കൂളായിട്ട് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും പരമാവധി എക്സാം ഹാളിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കുക. നമ്മളൊക്കെ വിശ്വാസികളാണല്ലോ. ഒരു ഫാത്തിഹ ഓതി ഒരു സംതൃപ്തിക്ക് വേണ്ടി ഒരു 3 സലാത്തൊക്കെ അതിൻ്റെ ടോപ്പപ്പിൽ ഇട്ട് കൊടുത്തിട്ട് വളരെ ഗംഭീരമായിട്ട് പരീക്ഷയ്ക്ക് നമ്മുടെ സ്ഥലത്ത് പോയിരിക്കുക. എന്നിട്ട് പിന്നെ എല്ലാവരോടും ചിരിക്കുക. വെറുതെ ടെൻഷൻ അടിച്ച് എല്ലാവരുടെ മുഖത്തേക്ക് വളരെ ഗൗരവത്തോടെ നോക്കൊന്നും വേണ്ട. അധ്യാപകർ വരുമ്പോൾ അവരോടും ചിരിക്കുക. വളരെ കൂളായിട്ട് ഇരിക്കുക എന്നർത്ഥം. വെള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ വെള്ള സൗകര്യം വേണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അധ്യാപകരോട് പറയുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ പേപ്പർ കയ്യിൽ മേടിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തന്നെ നമ്മൾ കയ്യിൽ വിസ്മയൊക്കെ ചൊല്ലി വലത് കൈ കൊണ്ട് തന്നെ മേടിച്ച് അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. നമ്മുടെ പാർട്ട് ചെയ്തു, ഇനി ബാക്കി അള്ളാൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം കൃത്യമായിട്ട് നമുക്ക് എഴുതാനുള്ള ഉത്തരം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതേ വരൂ എന്നുള്ള വിശ്വാസം നിങ്ങൾ ആ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിലുണ്ടായാൽ മാത്രം മതി. നിങ്ങൾ വിജയിച്ചു അവിടെ. കാരണം നമ്മുടെ പാർട്ട് ചെയ്തു, ഇനി ബാക്കി അള്ളാൻ്റെ കയ്യിലാണ്. അള്ളാഹു തീർച്ചയായിട്ടും നമുക്ക് നല്ല അറിയുന്ന ഉത്തരങ്ങളുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊണ്ടുതരിക. അപ്പോൾ ഒരു ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട്
ആ ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കാം. ഒരിക്കലും അത് കണ്ട് പേടിക്കരുത്. മറ്റുള്ളവർ ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കുമ്പോഴേക്ക് പാനിക്കായിട്ട് അവന് കിട്ടി, അതിലേതാ ചോദ്യം വന്ന് അന്ന് എത്തി നോക്കുന്ന ആ ഒരു സ്വഭാവം അതൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ സമയത്ത് മാത്രം കൂളായിട്ട് അത് കൈപ്പറ്റാം. ശേഷം ഒറ്റയടിക്ക് ഒന്നായിട്ട് കണ്ണോടിക്കുക എന്നതിന് പകരം ആദ്യം തന്നെ നമ്മുടെ പേരും ആദ്യം നമ്മുടെ വിഷയം, നമ്മൾ പഠിച്ച വിഷയം തന്നെ അല്ല ഇന്ന് വന്നിട്ടുള്ളത് എന്നൊക്കെ നോക്കുക. അതൊക്കെ തലേ ദിവസം തന്നെ ടൈം ടേബിൾ നോക്കി ഉറപ്പ് വരുത്തണം. നിങ്ങൾ പഠിച്ച ഒരു വിഷയം മറ്റൊന്നും അവിടെ ചെന്നിട്ട് വേറൊരു വിഷയം എക്സാമിന് വരുന്ന ആ ഒരു സ്ഥിതിയൊന്നും ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ പഠിച്ച വിഷയം തന്നെ ആണല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ടില്ലല്ലോ എന്നൊക്കെ നോക്കുക. കൃത്യമായിട്ട് നമ്മുടെ പേര് തെറ്റിക്കാതെ എഴുതുക. പബ്ലിക് എക്സാം ആകുമ്പോൾ രജിസ്റ്റർ നമ്പറൊക്കെ ആയിരിക്കും, അതൊക്കെ കൃത്യമായിട്ട് എഴുതുക. ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കൂളായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ചോദ്യം മുതൽ അവസാനത്തെ ചോദ്യം വരെ വളരെ കൂളായിട്ട് വായിക്കുക. ചിലപ്പോൾ ഒന്നാമത്തെ ഉത്തരം അറിയാത്തതായിരിക്കും, ചിലപ്പോൾ ഒന്നാമത്തെ ഉത്തരം വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ അമിതമായിട്ട് സന്തോഷിക്കുകയും ചെയ്യേണ്ട. എന്നാൽ ഒന്നാമത്തെ ഉത്തരം അറിയില്ലല്ലോ എന്നൊരിക്കലും ടെൻഷൻ അടിക്കാൻ വേണ്ട. കാരണം നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, നിങ്ങൾക്ക് എഴുതേണ്ട ചോദ്യങ്ങൾ ഉള്ളിലുണ്ട്. അപ്പോൾ വളരെ കൂളായിട്ട് ഓരോ ചോദ്യങ്ങളും നമ്പർ സഹിതം കൃത്യമായിട്ട് നോക്കി വായിക്കുക. അപ്പോൾ ചിലപ്പോൾ ആവേശം കൂടിയിട്ട് ഒന്നാമത്തിന് ഉത്തരം അറിയാം, ഞാൻ ഇപ്പം തന്നെ കുറിച്ചിടട്ടെ, മറന്നു പോകാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറിച്ചിടെന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ക്ഷമയോടെ ആ ചോദ്യം മുഴുവനും വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചോദ്യം വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉണ്ടാവും. അതൊന്ന് അധ്യാപകരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കുറിച്ചിടാം. ശേഷം ആദ്യം നിങ്ങൾക്ക് ചോദ്യം വായിച്ചപ്പോൾ തന്നെ കിട്ടിയ, എനിക്ക് ഉത്തരം എഴുതാൻ കഴിയുമെന്ന് തോന്നിയ ആ നമ്പർ, അതിന് നേരെ വേഗം നിങ്ങൾ ആ ഉത്തരങ്ങൾ പേപ്പറിലേക്ക് പകർത്തുക. സൂക്ഷിക്കുക, നമ്മൾ അമിതമായിട്ട് വേർഡുകൾ ഉപയോഗിക്കേണ്ടതില്ല. അതിനുള്ള ഉത്തരം മാത്രം എഴുതിയാൽ മതി. ഇനിയിപ്പോൾ ഇതും കൂടി എഴുതിയാലേ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. അതിനുള്ള ഉത്തരമാണെങ്കിൽ നിർബന്ധമായിട്ടും ആ വേർഡുകൾ മാത്രം ഉപയോഗിക്കാം. നമ്മൾ പേപ്പറിൻ്റെ മറ്റു വശങ്ങളിലേക്കും സൈഡിലേക്കൊക്കെ അക്ഷരങ്ങൾ കൂട്ടി എഴുതിങ്ങാണ്ട് വെറുതെ നമ്മുടെ പേപ്പർ വൃത്തികേടാക്കാതിരിക്കാം. ശേഷം നമുക്കറിയുന്ന ഉത്തരങ്ങളൊക്കെ എഴുതി. ഇനി സംശയമുള്ള ചില ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങൾ പകുതി അറിയുന്നതുണ്ട്. അപ്പോൾ ഈ പകുതി അറിയുന്നതും തീരെ അറിയാത്തതും 1-2 തവണ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാം ഇൻവിജിലേറ്ററെ അവരോട് കാര്യങ്ങൾ ചോദിക്കുക. ഇതെങ്ങനെയാണ് ചോദ്യം, എന്താണെന്ന് മനസ്സിലായില്ല എന്ന് അവരോട് കൃത്യമായിട്ട് എണീച്ച് നിന്ന് ധൈര്യത്തോടെ പറയാം. ഒരിക്കലും മറ്റുള്ളവർ ചോദിക്കുന്നില്ലല്ലോ, ഞാനെങ്ങനെ അത് ചോദിക്കുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവരുത്. കാരണം നിങ്ങളുടെ പരീക്ഷയാണ്, നിങ്ങൾ പഠിച്ചതാണ്, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പേപ്പറിൽ പകർത്താൻ കഴിയണം. അതുകൊണ്ട് തന്നെ അധ്യാപകരോട് അല്ലെങ്കിൽ അവിടെ പരീക്ഷ ഡ്യൂട്ടിയിലുള്ള നമ്മുടെ ഉസ്താദിനോട് ഒരിക്കലും ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത്. കൃത്യമായിട്ട് എനിക്കത് മനസ്സിലായിട്ടില്ല, ഒന്ന് വായിച്ച് മനസ്സിലാക്കി തരണം എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അപ്പോൾ വളരെ കൂളായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഒരിക്കലും പാനിക് ആവരുത്. നമ്മുടെ പരീക്ഷാ പേപ്പർ വളരെ കൂളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണം. ഇനി പെട്ടെന്ന് നിങ്ങൾ ഇതൊക്കെ എഴുതി, അറിയുന്നതൊക്കെ എഴുതി, പക്ഷേ ഒരു ചോദ്യം അറിയാത്തതാണെന്ന് എഴുതിക്കും. അപ്പോൾ നിങ്ങളെ ഹാർട്ട് ബീറ്റ് കൂടും, അത് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ തൊട്ടടുത്തവൻ്റെ പേപ്പറിലേക്ക് നോക്കുക, അവൻ നന്നായിട്ട് എഴുതുന്നുണ്ട്, അവൻ ചിലപ്പം എന്തെങ്കിലും പൊട്ടത്തരൊക്കെ എഴുതുന്നുണ്ടാവും, പക്ഷെ അത് കണ്ട് നിങ്ങൾ പേടിക്കാൻ പാടില്ല. ഇനി മറ്റു ചിലർ കുറേ ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളൂ, അങ്ങനെയും നിങ്ങൾ പാനിക്കാവാൻ പാടില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ അറിയുന്ന ഉത്തരങ്ങൾ അപ്പുറത്തെ പേജിലൊക്കെ എഴുതിയിട്ടുണ്ടാവാം, അത് അവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവർ എത്രത്തോളം എഴുതുന്നുണ്ട് എന്ന് നോക്കി നിങ്ങൾ ഒരിക്കലും പാനിക്കാവരുത്. നിങ്ങൾക്ക് അറിയാത്ത ഉത്തരം ഉണ്ടെങ്കിൽ ഒന്ന് പേനൊക്കെ താഴെ വെച്ച് ഒരു ദീർഘശ്വാസം, ഒരു ഡീപ്പ് ബ്രത്ത് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ശ്വാസം വിടുക, ഒന്ന് നിവർന്ന് നിന്ന്, വല്ല ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിന്നിട്ടൊക്കെ, എന്നിട്ട് വീണ്ടും നമ്മുടെ അധ്യാപകരോട് ചോദിക്കുക. അറിയില്ലെങ്കിൽ മാത്രം അത് ഒഴിവാക്കുക. അതിൻ്റെ പേരിൽ ഒരിക്കലും ടെൻഷൻ അടിച്ച് മറ്റ് ആൻസേഴ്സ് കൊടുക്കുന്നതിനെ അത് ബാധിക്കാതിരിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റുള്ളവർ അതിവേഗത്തിൽ എഴുതുന്നത് നോക്കി ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എക്സാം കഴിഞ്ഞു, നമ്മുടെ എക്സാം ഏകദേശം തീരാൻ പോവാണ്, അവസാനത്തെ 30 മിനിറ്റിലേക്ക് കിടക്കുകയാണ്. ആ സമയത്ത് ചില ബിരുദന്മാരുണ്ടാവും, ഞാൻ ഫസ്റ്റ് എഴുതി കഴിഞ്ഞു എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് പേപ്പർ കൊടുത്ത് എണീക്കുന്നവരുണ്ടാവും. ആ കൂട്ടത്തിൽ നിങ്ങളിൽ ഒരാളും ഉണ്ടാവരുത്. അവർ ചിലപ്പം നിങ്ങളുടെ മുന്നിൽ ആ സമയത്ത് ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് വിജയിച്ച് എണീറ്റ് നിന്നിട്ടുണ്ടാവും, എൻ്റെ ഫസ്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പരീക്ഷയിൽ മാർക്ക് വരുന്ന സമയത്ത് അവരൊരിക്കലും ഫസ്റ്റ് ആയിരിക്കൂല. അവർക്ക് എല്ലാം പഠിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളെ കാണിച്ച് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അല്ലാതെ ആരും പെട്ടെന്ന് വീട്ടിൽ പോകാനുള്ള ഒരു ശ്രമമൊന്നുമല്ല. നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും വളരെ നേരത്തെ എണീറ്റ് പേപ്പർ കൊടുക്കുന്നത്.
അതിൽ നിങ്ങൾ വീണ് പോകരുത്, അതൊരു ചതിയാണ്. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നത് കണ്ട് ഒരിക്കലും നിങ്ങൾ അതിൽ വീണ് പോവാതെ കൃത്യമായിട്ട് എല്ലാം എഴുതി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം, അറിയാത്തത് വിട്ടാലും കുഴപ്പമില്ല, എല്ലാം എഴുതി എന്ന് ഉറപ്പ് വരുത്തുക. ഇനി അറിയാത്തത് വിട്ടിട്ട് നമ്മൾ നമ്മുടെ പേരൊന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക, പേര് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ കൃത്യമായി എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ശേഷം നമ്മൾ എഴുതിയതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ എന്തെങ്കിലും അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കാനോ വെട്ടാനോ ഉണ്ടെങ്കിൽ വെട്ടുന്നതൊക്കെ സൂക്ഷിക്കുക. പരമാവധി ഒരൊറ്റ ലൈനിൽ മാത്രം വെട്ടുക. വെറുതെ ഒരുപാട് മഷി ഇങ്ങനെ നമ്മൾ എന്താ പറയുക, കോഴി ചെനക്കിയ പോലെ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരുപാട് ഇങ്ങനെ കുത്തി വരക്കാതിരിക്കുക. ഒറ്റ വരയിൽ നമ്മൾ വെട്ടാനുള്ളത് വെട്ടുക. മാത്രമല്ല എന്തെങ്കിലും വാക്കുകൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ അവിടെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ആ എഴുതിയ മാർക്കുകൾ നിങ്ങൾ അവിടെ ഇരുന്ന് കൂട്ടി വെറുതെ ടെൻഷൻ വലിച്ചു വെക്കരുത്. ഞാൻ 5 മാർക്കിൻ്റെ ഒരു ചോദ്യം വിട്ടു, 2 മാർക്കിൻ്റെ ഒരു ചോദ്യം വിട്ടു, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്ക് ജയിക്കാനുള്ളത് നിങ്ങൾ എന്തായാലും പേപ്പറിൽ പകർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ചോദ്യം വിട്ടു, ഈ ചോദ്യം വിട്ടു, അതുകൊണ്ട് അങ്ങനെ വെറുതെ ആലോചിച്ച് കണക്ക് കൂട്ടി ആ സമയത്തും വെറുതെ നമ്മൾ ടെൻഷൻ എടുക്കാൻ നിൽക്കരുത്. ഇതെല്ലാം കൃത്യമായി നമ്മൾ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ എക്സാം കഴിഞ്ഞു, പേപ്പറൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് വളരെ സന്തോഷത്തോടെ എണീക്കുക. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാനൊന്നുമില്ല, നമ്മൾ ഏകദേശം എക്സാം എഴുതി കഴിഞ്ഞു. ഇതാണ് ശരിക്കും നമ്മൾ എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു രീതി. ഇതുപോലെ ആവാൻ പാടുള്ളൂ. ഒരിക്കലും നിങ്ങൾ പാനിക്കാവുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. മാതാപിതാക്കൾ ചെയ്യരുത്, അധ്യാപകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യരുത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങളുടെ പരീക്ഷാ ദിവസങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പരീക്ഷയെ വിജയകരമായി നേരിടാനുള്ള ഒരു ഫോർമുല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ്. നമ്മുടെ ഭാഗം തീർത്തു, പഠിച്ചു, എല്ലാം ശരിയാണ്. പക്ഷെ പടച്ചോൻ എന്ന് പറഞ്ഞ ഒരാളാണല്ലോ നമ്മളെ ജനിപ്പിച്ചതും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതൊക്കെ. അപ്പോൾ പടച്ചോൻ തന്നെയാണ് നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ കൊണ്ടുതരുന്നതും നമുക്ക് കൂടുതൽ മാർക്ക് നൽകുന്നതൊക്കെ. ആ ഒരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം കൃത്യമായിട്ട്. പരീക്ഷയുള്ള അന്നൊക്കെ എല്ലാ ദിവസങ്ങളും നിങ്ങൾ നിസ്കരിക്കുന്നത് തന്നെയാണ്. അന്ന് കുറച്ചും കൂടി ഒരു ഹുശൂ, ഒരു എന്താ പറയുക, ഭയഭക്തി എന്നൊക്കെ പറയും നമ്മൾ, അഥവാ ഒരു പടച്ചവനോട് കൂടുതൽ സ്നേഹം, പേടി. അപ്പോൾ നിങ്ങൾ ഏതോ പരീക്ഷൻ്റെ സമയത്ത് മാത്രം പടച്ചവനെ പേടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? പടച്ചവനെ ആ സമയത്തും നമ്മൾ പേടിക്കാൻ കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത് പടച്ചവന് ഇഷ്ടം തന്നെയല്ലേ. ആ സമയത്ത് മാത്രം എന്തിനാ ഈ സമയത്ത് മാത്രം എന്നെ പേടിച്ചതെന്നൊന്നും പടച്ചവൻ ചോദിക്കൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും പടച്ചവനോട് സ്നേഹം ഉണ്ടാവുക. പടച്ചവനെ പേടിക്കല്ല വേണ്ടി, പടച്ചവനോട് സ്നേഹം ഉണ്ടാവുക, പടച്ചവനക്ക് വേണ്ടി നിസ്കരിക്കുക. മാത്രമല്ല കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. പടച്ചവനെ ഞാൻ പഠിച്ചതേ വരാൻ പാടുള്ളൂ, എനിക്ക് ഉത്തരങ്ങൾ എഴുതാൻ അറിയുന്നതേ വരാൻ പാടുള്ളൂ, എനിക്ക് മറ്റുള്ളവരുടെ പോലെ തന്നെ നല്ല മാർക്ക് ഉണ്ടാവണം. മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നൊന്നും പ്രാർത്ഥിക്കേണ്ട. മറ്റുള്ളവരെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരുപാട് മാർക്ക് ഉണ്ടാവണം, നല്ല മാർക്ക് കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഇനി ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ അറിയോ, നമ്മുടെ പരിശ്രമം അത് വലിയൊരു കാര്യമാണ്. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞു, അതിന് നമുക്ക് ആ പേപ്പറിലുള്ള മാർക്ക് മാത്രമൊന്നല്ല നമ്മൾക്ക് കൂലിയായിട്ട് കിട്ടാൻ പോകുന്നത്. നേരെ മറിച്ച് ദീനിൽ പരിശ്രമം എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. നമ്മൾ നിസ്കരിക്കുന്ന പോലെ, നോമ്പ് നിൽക്കുന്ന പോലെ, ഹജ്ജ് ചെയ്യുന്ന പോലെ, ഖുർആൻ ഓതുന്ന പോലെയൊക്കെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ ദീനിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അപ്പോൾ ദീനിൽ അതെന്താണ്? ഒരു ഇബാദത്താണ്, ഒരു അമലാണ്. അപ്പോൾ ആ അമലിൻ്റെ കൂലി കൂടി നമുക്ക് അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ പടച്ചവനെ വിശ്വസിച്ച് കൃത്യമായിട്ട് പ്രാർത്ഥനയും മറ്റൊക്കെ നിർവഹിക്കുക. ഇനി ഒന്നും എനിക്ക് പറയാനില്ല, എല്ലാ എന്താ പറയുക, വിജയാശംസകളും നേരാണ്. നിങ്ങളോട് പറയാനില്ലെങ്കിലും രക്ഷിതാക്കളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഹീറോസാണ്, അവരാണ് നിങ്ങളുടെ ലിറ്റിൽ ഹീറോസ്. മറ്റുള്ള അയൽപക്കത്തെ മക്കളുടെ മാർക്ക് വെച്ച് അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ മാർക്ക് വെച്ച് ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അത് പറഞ്ഞ് നിങ്ങൾ മക്കളെ ശപിക്കരുത്. അവൻ അത്ര മാർക്ക് മേടിച്ചില്ല, നീ എന്താ പഠിച്ചത്, നീ എന്താ ചെയ്ത് എന്നൊന്നും പറഞ്ഞ് മക്കളെ ബുദ്ധിമുട്ടിക്കരുത്. അവർ അത്ര മാർക്ക് മേടിക്കും എന്ന് പറഞ്ഞ് പ്രഷറും കൊടുക്കരുത്. അവർ നിങ്ങളുടെ മക്കളാണ്. അപ്പോൾ അവർ എന്താണോ ആശ്വാസത്തോടെ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എക്സാം ഒരു ശിക്ഷയൊന്നും അല്ല, നമ്മൾ എഴുതിയ പോലെ തന്നെ അത് നിങ്ങളുടെ ഒരു കഴിവ് തെളിയിക്കാനുള്ള അവസരം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഒരു ശിക്ഷയല്ല, ഒരു പരീക്ഷണം ഒന്നുമല്ല, ഒരു ചെറിയൊരു ഘട്ടം നമ്മളെ ലൈഫിലെ ഒരു ലൈൻ, ഒരു അപ്പർ ലൈൻ, അതിന് മുകളിൽ മറ്റൊരു ലൈൻ, അങ്ങനെ പോകുന്ന ഓരോ ഘട്ടം ആണെന്ന് മാത്രം മനസ്സിലാക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വിജയിച്ച് വരണം. സന്തോഷത്തോടെ നിങ്ങളുടെ ഉപ്പാനെയും ഉമ്മാനെയും പിന്നെ നമ്മുടെ വീട്ടിലെ ഉള്ളവരെയൊക്കെ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് കാണിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ള തന്നെയായിരിക്കും ഈ എക്സാം.